ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഒരു വിശദമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തിയാണ് ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനി അറിയേണ്ടത് പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു? ഈ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട വസ്തുതകളോ അപ്ഡേറ്റുകളോ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഈ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഭരണം മാറി പുതുതായി വന്ന സർക്കാർ കാണിച്ച ഒരു വലിയ പിടിപ്പുകേടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദമുഖങ്ങൾ തയ്യാറാക്കിയ ഒരു അഭിഭാഷകനെ ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പിൻ്റെ ഒരു പുതിയ തസ്തിക ഉണ്ടാക്കി അവിടെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഇത് വലിയ ആശങ്കയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഈ പ്രധാനപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ ഫയലുകളിലേക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ ആ തസ്തികയിൽ ഇരുന്നു കൊണ്ട് ആ അഭിഭാഷകൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സൗകര്യം അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന വളരെ ആശങ്ക കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. രേഷ്മ, നമുക്ക് ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ ഇപ്പോഴുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിർണായകമായ ഒരു അപ്ഡേറ്റുമായി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടോ? അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സ്വമേധ എടുത്തിട്ടുള്ള ഹർജിയിലെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത്. അന്വേഷണ സംഘത്തലവനായിട്ടുള്ള SP S ശശിധരൻ നേരിട്ടെത്തി അന്വേഷണ പുരോഗതി അറിയിച്ചു. അതോടൊപ്പം തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഇടക്കാല ഉത്തരവ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. ഇടക്കാല ഉത്തരവുണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് വൈകുന്നേരത്തോടുകൂടി പുറത്തു വരികയും ചെയ്യും. നേരത്തെ ഈ പ്രഭാമണ്ഡലത്തിന്റെ സാമ്പിളുകൾ അടക്കം കഴിഞ്ഞ തവണയാണ് ഹൈക്കോടതി ആ സാമ്പിളുകൾ ശേഖരിക്കാനായിട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുമതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ കഴിഞ്ഞ ദിവസം എത്തി സാമ്പിളുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം മടങ്ങുകയും ചെയ്തിരുന്നു. ഇതുൾപ്പെടെ അത് മാത്രവുമല്ല, നേരത്തെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം അറിയിച്ചത് ഈ 2025 ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ കേസിൽ ആരെയൊക്കെ പ്രതി ചേർക്കണം, അതിന്റെ ആരൊക്കെയാണ് കുറ്റക്കാർ, ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അത് ഹൈക്കോടതി ഈ തവണ, അതായത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലൂടെ അറിയിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഈ പുതിയതായിട്ട് ആരെയൊക്കെ പ്രതി ചേർക്കുമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഒരു വ്യക്തത ഉണ്ടാകും. അത് ഇടക്കാല ഉത്തരവ് പുറത്തു വരുന്ന ഘട്ടത്തിൽ മാത്രമേ അക്കാര്യം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ നിലവിൽ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏത് വിധത്തിൽ എത്തി നിൽക്കുന്നു, അന്തിമ കുറ്റപത്രം എപ്പോൾ സമർപ്പിക്കാൻ സാധിക്കും, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തലവനായിട്ടുള്ള S ശശിധരൻ ഹൈക്കോടതിയിൽ വിശദമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇനി എപ്പോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ കുറ്റപത്രം സമർപ്പിക്കാൻ എന്താണ് ഇത്ര കാലതാമസം? ഇനി എപ്പോഴായിരിക്കും? ഇതിൽ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് VD സതീശനും കൂട്ടർക്കും ഒക്കെ വലിയ ആവേശമായിരുന്നു ഈ വിഷയത്തിൽ ഒച്ചയുണ്ടാക്കാനും വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒക്കെ. പക്ഷെ അധികാര കസേര കയ്യിൽ കിട്ടിയപ്പോൾ ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല ശബരിമല സംഘടിത കൊള്ളയെക്കുറിച്ചോ അനുബന്ധമായിട്ടുള്ള കാട്ടുകൊള്ളകളെക്കുറിച്ചോ. നേരത്തെ തന്നെ ഈ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം അത് വലിയ രീതിയിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിന് വഴിവെച്ചിരുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയാക്കുകയും ചെയ്തു. പക്ഷെ അത് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് ഒരു റിപ്പോർട്ടിലൂടെ SIT സംഘം അറിയിച്ചത് ഈ ലാബുകളുടെ പരിശോധനാ ഫലം, സാമ്പിൾ ശേഖരിച്ചതിന്റെ പരിശോധനാ ഫലം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കൊള്ളയുടെ വ്യാപ്തി എങ്ങനെയാണെന്ന് വ്യക്തമാകുകയുള്ളൂ, എത്രത്തോളം സ്വർണം കവർന്നെടുത്തു, ഇക്കാര്യത്തിലും ഒരു അന്തിമമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയും പറഞ്ഞത് ഈ ലാബ് റിപ്പോർട്ടുകളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ വേണം ഒരു കുറ്റപത്രം അത് തയ്യാറാക്കാനായിട്ട്. അതിൽ യാതൊരു പഴുതുകളും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയായിരുന്നു വീണ്ടും സാവകാശവും സമയവും SIT സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ചത്. എന്തായാലും നിലവിൽ കഴിഞ്ഞ തവണ ദേശീയ ലാബിൽ നിന്ന് ഈ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഈ പ്രഭാമണ്ഡലത്തിന്റെ കൂടി സാമ്പിളുകൾ ശേഖരിച്ച് അതിന്റെ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് SIT സംഘം എത്തിയത്. എന്തായാലും ഈ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം വലിയ രീതിയിൽ കേസ് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ വിചാരണയെ തന്നെ ബാധിച്ചേക്കാം. കാരണം ഈ അന്തിമ കുറ്റപത്രം വൈകും തോറും ഈ കേസിൽ ചില പഴുതുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രതികൾക്ക് അനുകൂലമായി മാറിയേക്കാം. ആ ഒരു സാഹചര്യം തന്നെയാണ് നിയമവിദഗ്ധരടക്കം
ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതുപോലെ തന്നെ വിചാരണ കാലയളവിൽ അവർക്ക് പ്രതിരോധിക്കാൻ തക്ക രീതിയിലുള്ള പോയിന്റുകളും അതിന് തക്ക തെളിവുകളും ഈ ഒരു കാലതാമസത്തിലൂടെ ലഭിക്കുമെന്നുള്ള ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിക്കുവാൻ എന്ന് സാധിക്കുമെന്ന കാര്യത്തിലും ഒരുപക്ഷെ ഇന്ന് ഈ സംഘത്തലവനായിട്ടുള്ള SP S ശശിധരൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകാം. എന്തായാലും ഇടക്കാല ഉത്തരവ് വൈകുന്നേരത്തോടു കൂടിയാണ് അതിന്റെ പകർപ്പ്. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം രേഷ്മ. ഇടക്കാല ഉത്തരവിൽ എന്തൊക്കെയായിരിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നത്? നിലവിലെ അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പൂർണ്ണ തൃപ്തിയുണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.